തളികുളം 59 നമ്പർ ബാല്യ അംഗൻവാടിയിൽ നീണ്ട 40 വർഷക്കാലം സേവനമനുഷ്ഠിച്ച റംലു ടീച്ചർക്ക് തളിക്കുളം 8-ാം വാർഡ് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മുൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സജിത കുർണി ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷമീർ നാലകത്ത് അധ്യക്ഷനായി. ICDS സൂപ്പർവൈസർ സിന്ധു, തളിക്കുളം പഞ്ചായത്ത് ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ, അംഗൻവാടി ടീച്ചർ സിമി, CDS മെമ്പർ വിലാസിനി, ALMC അംഗങ്ങളായ മൊയ്തീൻ, അശ്വതി, ആനന്ദൻ, ശിവലക്ഷ്മി, ജസീറ, നിർമ്മല, രമണി, നസീർ, ഷംന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിവിധങ്ങളായ സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. പഠിപ്പിച്ച കുട്ടികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ ടീച്ചറെ ആദരിച്ചു. കമ്മിറ്റി അംഗങ്ങളും പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും നാട്ടുകാരും പരിപാടിക്ക് നേതൃത്വം നൽകി. ടീച്ചറെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നല്ലൊരു കയ്യടിയോടുകൂടി ഇട്ടുകൊണ്ട് ഒറ്റ നോട്ട് കിട്ടാനില്ല. വലിയ സംവിധാനമൊന്നും ഇല്ലാത്ത ഒന്നായിരുന്നു അംഗനവാടി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അംഗനവാടി ടീച്ചറിന്റെ കൈകളിലൂടെ ഒരു എന്താ പറയാ പ്രീ സ്കൂൾ പഠനം എന്ന് പറയുന്നത്, സ്കൂളുകളിലൊക്കെ ചേർത്തതിന് മുൻപുള്ള ഒരു പഠനം ടീച്ചറിലൂടെ കടന്നുപോയവർ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ പലരും ചേരാറില്ല. എങ്ങനെയാണെന്നറിയാം. പക്ഷെ സർവീസ് എല്ലാം ഏറ്റെടുക്കും ജനങ്ങൾ. എങ്ങനെയാണ്? ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അളവും അല്ലെങ്കിൽ അവരുടെ ഗർഭിണിയുടെ തൂക്കവും ഗർഭിണിയുടെ തൂക്കം അല്ലെങ്കിൽ അവരെന്ത് ഭക്ഷണം കഴിക്കുന്നു, അവരെന്ത് കഴിക്കണം, അവർക്ക് എന്ത് കൊടുക്കണം എന്നൊക്കെ തുടക്കം മുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അംഗൻവാടി അധ്യാപകരാണ്. അവരിലൂടെയാണ്. ഇപ്പൊ നമ്മളിവിടെ മക്കളൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ടല്ലോ. അത് പറയും ഞങ്ങൾ കൊടുത്ത കഞ്ഞി വെള്ളം കുടിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളെ. പക്ഷെ അവരുടെ തുടക്കം ഉണ്ട് അല്ലേ. നമ്മളെ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ പലപ്പോഴും ജനിക്കാറെന്ന് പറയുന്നത്. അതായത് ജനിച്ചതിന് ശേഷം പോകുന്ന കാര്യമല്ല. വളർന്നെങ്കിൽ വയറ്റിൽ നിന്ന് കുട്ടി പുറത്തു വരുന്നത് തന്നെ ആരോഗ്യമില്ലാത്ത പോഷകമില്ലാത്ത കുട്ടികളായിട്ടായിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എന്താ? ഈ കുട്ടികൾ വയറ്റിനുള്ളിലുണ്ടാകുമ്പോൾ തന്നെ അവര് വളർച്ച കൃത്യമായിട്ട് ആണോ ഇത്ര മാസത്തിൽ ഇത്ര തൂക്കം വരണം എന്നൊക്കെ ഉണ്ട് അല്ലേ. ഇവരിത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മുകളിലോട്ട് ഇവരെന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് അറിയിക്കണം. അതിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹാരം കാണണം. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും നല്ല മക്കള് നല്ല ആരോഗ്യത്തോടുകൂടി ഈ ജനനം കൊള്ളുന്നത് എന്നറിയാം. ജനിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ കുട്ടി ജനിച്ചു അവിടെ നിന്നുള്ള ഇഞ്ചക്ഷൻ അല്ലെ എപ്പോഴും വിളിക്കില്ലേ ആശാവർക്കർ റൂം അതില് ഇഞ്ചക്ഷൻ മുതൽ അവിടെ വെച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 3 വയസ്സായി കഴിഞ്ഞാൽ നേരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടീച്ചർക്ക് കൊടുക്കൂല. നേരെ എന്ത് ചെയ്യും? നമ്മള് ഈ പറയുന്ന എന്താ പറയാ പ്ലേ സ്കൂളുകളിൽ കൊണ്ടാക്കും. പ്രീ പ്രൈമറിയാണ് ഇപ്പൊ ഇവിടെ പറയുന്നതിന് മുൻപ്. പക്ഷെ പ്ലേ ക്ലാസ്സുകളിൽ കൊണ്ടാക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുവരെ കുട്ടികളുടെ ഈ എല്ലാ ആരോഗ്യസ്ഥിതിയും നോക്കി വരുന്ന കുട്ടികളെ അങ്ങോട്ട് നേരെ വായിച്ചുന്ന ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എവിടെ ചോദിച്ചാലും ഇല്ല കുറെ സ്ഥലത്തുണ്ടായിരുന്നു. ഒരാളും തരില്ല. അങ്ങനെ സിദ്ധേട്ട സ്ഥലത്ത് വന്നിട്ട് അംഗൻവാടി എൻ്റെ മെമ്പർമാരെ പറ്റി പറയുന്നത് എല്ലാ മെമ്പർമാരും നല്ല ഇതിലേക്ക് പെരുമാറും. ഞാൻ അവരോട് പക്ഷെ അവസാനമായപ്പോൾ ഇപ്പോൾ ഒരെണ്ണ കാലമായപ്പോൾ കുറിഞ്ഞി 10 കൊല്ലം ആള് കണ്ടത് പറഞ്ഞാലും കൂടി
നമുക്കൊരു പൈസ ചെലവായിട്ട് അതുവരെ ഞാൻ ഒരാൾക്ക് സംഭാവന വാങ്ങുന്നില്ല. ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ മെമ്പർമാർ പാവങ്ങളായിരുന്നു, അവർക്ക് അങ്ങനത്തെ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക. ഈ കുർമി വന്നപ്പോൾ ഒരു വസന്തകാലം നമുക്ക് 10 പൈസ നമ്മുടെ കയ്യിൽ ചെലവായിട്ടില്ല. എല്ലാ കാര്യവും പറയാതെ തന്നെ നമുക്ക് ചെയ്തൊരു കണ്ട കാര്യം അപ്പം തന്നെ എടുത്തൊക്കെ പറയുകയും അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിളിച്ച് സമാധാനിക്കുകയും അങ്ങനെ. അപ്പം എന്നോട് മെമ്പറിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പറയും ആള് പുലിയല്ല, പക്ഷെ നമുക്ക് നല്ലൊരു ഉപകാരമുള്ളൊരു പുലി എന്ന് പറയും. ചിലവർ നമ്മൾ ഒരു മെമ്പർ വരുമ്പോൾ ചോദിക്കും, അപ്പോൾ ചിലവർ വരുമ്പോൾ എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് മെമ്പർ, നമ്മൾ ഉപകാരം ഒരു ഉപദ്രവമില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെ ഞാൻ എല്ലാ കാര്യം തുറന്ന് പറയും. പിന്നെ ഒന്നും ക്ഷമിയുടെ കൂടെ പിന്നെ അധികം നാൾ നിൽക്കാൻ പറ്റില്ല. നല്ല നിലയ്ക്ക് വാതിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പഠിക്കും. ഇങ്ങനെ അഹോരാത്രം കഷ്ടപ്പെട്ട വ്യക്തി. പിന്നെ കുട്ടികൾ, ഞാൻ അന്ന് അംഗനവാടി വരുമ്പോൾ 45 കുട്ടികൾ അന്ന് ആ കൊല്ലുണ്ടായിരുന്നു. പിന്നെ 40, 40, 35, 50 വരെ ആയിട്ടുണ്ട്. അത് പോയി ഇപ്പോൾ 7, 8, 10, 4, 5 ഒക്കെ ആയി തുടങ്ങിയത്. അത് ഓരോ കാലത്തിൻ്റെ. പിന്നെ ടീച്ചർ പഠിപ്പിക്കാത്ത കുട്ടികൾ, ഈ 40 വർഷക്കാലത്തിനിടയിൽ പഠിപ്പിക്കാത്ത കുട്ടികൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ടീച്ചർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അവസാനമായി റിട്ടയർമെന്റിന്റെ കുറച്ച് മുമ്പാണ് ഇലക്ഷൻ വരുന്നതും BL ആയിക്കൊണ്ട് ടീച്ചർ സേവനമനുഷ്ഠിച്ചത്. ആ BL ആയി സേവനമനുഷ്ഠിച്ച ടീച്ചർ ഒരാളുടെയും വോട്ടവകാശം പോവാതെ വളരെ നല്ല രീതിയിൽ തന്നെ BL ആയി സേവനമനുഷ്ഠിച്ച് ഒരാളുടെയും വോട്ട് വെട്ടിപ്പോവാതെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ടീച്ചറാണ്, ഒരു BL ആണ് നമ്മുടെ ടീച്ചർ. വളരെ അഭിനന്ദനാർഹമാണ്.